ഇവന്റെ അനുഭവം ഇവനും ഓർമ്മയില്ല. എനിക്ക് ഓടാനും ചാടാനൊന്നും അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെ കൂടാനാ. അങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഴയത്ത് എന്നിട്ട് വന്നപ്പോ റോട്ടിൽ കൂടെ പോവാൻ എനിക്കൊരു ചമ്മല്. എന്നിട്ട് ഇത്രയും കട്ടിയിൽ മഴ വെയിൽ വന്നാലും ഇവിടെ ഒരുത്തിന് പനി വരും, മഴ വന്നാലും ഇവിടെ ഒരുത്തിന് പനി വരും. പനിച്ച് ഉറച്ചിരിക്കണു. എവിടെയാണോ എവിടെ മാറി ഒച്ച ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നേ. എന്നോട് വരെ ദേഷ്യപ്പെട്ടൂന്നേ. ഞാൻ പറഞ്ഞു കളക്ടർ എന്നോട് പറയാം അതിന്റെ ഉച്ചയായപ്പോ തുടങ്ങി എന്നോട്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിന് അസൂയല്ലേ, ഞാനിവിടെ വീട്ടിൽ ഇരിക്കുന്ന അസൂയല്ലേ, അതാ ഒന്നും കുറച്ചൊക്കെ ഒന്നും പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാനായിട്ട് എനിക്ക് ഒരു അവധി കിട്ടുമെന്ന് പറയുമ്പോ ചേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ഭർത്താക്കന്മാരും ജോലിക്ക് വേണം, ഭാര്യമാരുണ്ടെങ്കിൽ ഒരു അവധി കിട്ടാനായിട്ട്. ഭർത്താവ് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നീ ഇന്ന് ലീവ് എടുക്കുക, ഇവിടെ ഇരിക്കുക, ഒക്കെ ചിക്കനൊക്കെ ഉണ്ടാക്കി തിന്നാന്ന് പറയും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ ഭർത്താക്കന്മാർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ചേട്ടൻ പോ 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 എനിക്ക് അവധി കിട്ടുമെന്ന് പറഞ്ഞ് വിഷമാ. അന്ന് കിട്ടൂല. എന്നിട്ട് ഞാനൊന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ കിട്ടൂല എന്ന് പറഞ്ഞോണ്ടാ എനിക്ക് അവധി കിട്ടാതെ. ചേട്ടന്റെ കരുനാക്കായതുകൊണ്ടാണ് എനിക്ക് അവധി ഇന്ന് കിട്ടൂന്ന് പറയാൻ പറഞ്ഞു. അന്ന് കിട്ടൂന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് കിട്ടി. നമ്മുടെ ഇടുക്കി കളക്ടർ നമുക്ക് അവധി തന്നു. മഴ നിന്ന് പെയ്യുക, ഇങ്ങനെ മഴ സ്റ്റോപ്പ് ആകുന്നില്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ഒരു ഉച്ചയായപ്പോ തുടങ്ങിയത്, രാവിലെ മുതൽ ചെറിയ ചെറിയ ചാറ്റൻ മഴകളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ഈ ഇത്രയും കട്ടിയിൽ മഴ വെയിൽ വന്നാലും ഇവിടെ ഒരുത്തിന് പനി വരും, മഴ വന്നാലും ഇവിടെ ഒരുത്തിന് പനി വരും. പനിച്ച് ഉറച്ചിരിക്കണു. എവിടെയാണോ എവിടെ മാറി ഒച്ച പോലും തെളിഞ്ഞിട്ടില്ല ഈ ചെറുക്കൻ്റെ. വർത്താനം പറയടാ ആർക്കാ. നിനക്കൊന്നും അറിയാലോ, അവനങ്ങ് സ്ക്രീനിൽ നിന്ന് അവൻ പോയി. ആൻസ് വേറെ ആളായിപ്പോയി. ആൻസൊക്കെ വലിയ. നീ എന്നാടാ നിനക്ക് എന്റെ പൊക്കം വെച്ചിട്ട് നീ എന്നാ ഇപ്പൊ ഇത്രയും താന്നിരിക്കണ? ഇങ്ങനെ അടിഞ്ഞു നിർത്തി ഇങ്ങനെ ഇരിക്കുക. നീ എണീറ്റിരിക്ക. മഴ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പക്ഷെ അവധി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമൊക്കെ വന്നാലും എങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ നനഞ്ഞ് ഇടിയാനുള്ളതൊക്കെ ഇടിയുകയും ചെയ്യും, പോകാനുള്ള ചിലരൊക്കെ പോവുകയും ചെയ്യും. ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും നാളെ മരിച്ചുപോയി എന്ന് കേൾക്കണത്. അതും പിന്നെ പ്രളയം, ഓരോ വീട്ടിൽ കൂടെയൊക്കെ ആണെങ്കിലും വെള്ളം കയറും. പണ്ടൊന്നും ഇങ്ങനെ വീടൊന്നും ഇല്ലായിരുന്നല്ലോ, പാടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, നെല്ലുകൾ വിതയ്ക്കുന്നുണ്ടായിരുന്നു. പാടമൊന്നും ഇല്ല, എല്ലാ കരയും പറമ്പൊക്കെ ആയി. അതൊരു കാരണമാണ്. അത് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ പണ്ട് ഈ തോടൊക്കെ തുറന്ന് മണൽ വാരുവാണ്. ഇപ്പൊ മണൽ വാരിച്ചില്ലല്ലോ, മണൽ വാരിയാ പിന്നെ അവനകത്തല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് തോടിന് ഇതില്ല. ഒരു പരിധി വരെയൊക്കെ മണലൊക്കെ മാറ്റി തോടിനൊരു കുറച്ചൊക്കെ ആഴം വരണം. ഒരു സർക്കാർ ഒരു ദിവസം ഇപ്പൊ നമ്മൾ ഈ മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടി 56 ദിവസത്തേക്ക് ഇത് തോടിങ് അതൊക്കെ സർക്കാർ ഇത്ര മാസം ഇത്ര അടി കുഴിക്കടിയും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം മണൽ വാരുക ഇന്ന സ്ഥലത്ത് അങ്ങനെ കൊടുക്കുമ്പോൾ സംഗതി ശരിയാവും. അപ്പോൾ അത്രയും താഴ്ച വരുന്തോറും ഈ വെള്ളം അത്രയും താഴ്ന്നു പോകുന്നു. ഇതങ്ങനെയല്ലോ, ഇത് മണലിന്റെ മുൻകൂർ വെള്ളം വരുന്ന അയൽപത്തെ പറമ്പിക്കളും വീട്ടിൽ കൂടെ വീട് അത് പോകും. അത് മാത്രല്ല, വെള്ളത്തിനൊഴുകാൻ ഇപ്പൊ പാടങ്ങളില്ലാതായി. പാടമുള്ളവർക്കൊക്കെ ഇപ്പൊ വീടാണ്. അപ്പൊ വീട്ടിൽ വെള്ളം വരും. വെള്ളത്തിനറിയില്ലല്ലോ, പണ്ട് പാടാറുന്നു, ഞാനതിലൊഴുകി. അതുകൊണ്ട് ഞാനിപ്പോഴും പോലെ വരും. അല്ലടാ, എന്റെ സ്വഭാവമാണ്. പിന്നെ കുന്നുകളൊക്കെ ഇടിച്ച് വീടുണ്ടാക്കണത്, അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ വരും അല്ലേ ചേട്ടാ? ഫോട്ടോയായിട്ടോ മണ്ണെടുക്കുന്നത് ഭയങ്കര അപകടമാണ്. പണ്ടത്തെ കാലത്ത് അങ്ങനെ മണ്ണെടുക്കുന്നില്ലല്ലോ. പണ്ട് JCB കൊണ്ട് കിടക്കുന്നില്ല പറമ്പൊന്നും. ഇപ്പൊ JCB കൊണ്ട് അന്ന് പറമ്പ് കിടക്കുന്ന തൂമ്പയും കൊണ്ട് കിടക്കണം. തൂമ്പയ്ക്ക് കിടക്കുമ്പോൾ ഇത്ര താഴ്ച വരും, ഒരു ഇത് വരും. ഇപ്പൊ JCB എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പിടിക്കുമല്ലേ.
ഒരു മീറ്ററൊക്കെ താങ്ങ് ഒന്ന് പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മണ്ണിൽ ഇളക്കുമ്പോൾ വെള്ളം ചായത്തിൽ ചെല്ലുമ്പോൾ മണ്ണ് ഇളകി നിന്ന് അപ്പോൾ വെള്ളം ഇങ്ങനെ ഇതായി കിടന്നു തോന്നും. അതാണ് സംഭവം. ഏത് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തായാലും പിച്ചാറ്റി കയറി മണ്ണാണ്. പണ്ട് ഈ കണ്ണാടി വയ്ക്കാൻ വേണ്ടി റബ്ബർ തടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റി പറിക്കുമായിരുന്നു. ഇപ്പം കുറ്റി പറിക്കലൊന്നും അപ്പം നല്ലോണം ഇളക്കണ്ടേ. അങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ട്, ഇല്ലെന്നില്ല. പിന്നെ ഉള്ള തോട് തുറക്കുന്നില്ല. പിന്നെ ജനപ്പെരുപ്പം ഉണ്ടായില്ലേ. പണ്ട് ഇപ്പൊ നമ്മുടെ തറവാട്ടിലെന്ന് വെച്ചാൽ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ, അടുത്തൊട്ടി ചേർന്ന് വീടുകളില്ല. പക്ഷെ ഇപ്പൊ മക്കളൊക്കെ ആവുമ്പോ അടുത്തടുത്തൊക്കെ വീടുകൾ വരും. അങ്ങനെ വീടുകൾ കൂടിയില്ലേ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ തലമുറക്ക് പിള്ളേർ 1-2 ഉള്ളൂ. അങ്ങനെ വീടുകൾ കൂടിയില്ലേ. വീടുകൾ കൂടിയെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഇത് കൂടിയില്ല എന്നല്ല, കൂടി. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് 4, 5, 6 പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ആ 6 പിള്ളേർക്ക് വീട് കാണില്ലേ ഓരോ സ്ഥലത്ത്. ഇപ്പൊ അതില്ല. പിള്ളേർ ഇപ്പൊ എന്തെങ്കിലും പഠിച്ചു അപ്പൊ തന്നെ വിടുവാണ്. എന്നാലും വീടുകൾ കൂടിയപ്പം വെള്ളം അതുപോലെ തന്നെ ഒഴുകാനുള്ള ഇടം ഇല്ലാണ്ടായില്ലേ, സ്ഥലങ്ങള് ഇല്ലാതായില്ലേ, സ്ഥലങ്ങള് ചുരുങ്ങുമല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്കൊരു 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുത്തു, അത് പ്ലോട്ട് തിരിച്ച് ഇപ്പൊ എക്സാമ്പിളിട്ട് നമുക്ക് ചുറ്റും നോക്കി അറിയാലോ, ഇവിടെ ചുറ്റും വിട്ടപ്പോ കുറെ വീടുകളായില്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ഇതിനൊക്കെ ഒഴുകാനോ അതിന് നിൽക്കാനോ താഴാനോ ഒന്നും ഇടയില്ലാണ്ടാവുമല്ലേ. വീടുകളിലാണെങ്കിൽ മുറ്റം നിറയെ ഇത് ടൈല് കൂട്ടേക്കും, വെള്ളത്തിന് താഴാൻ ഇടയില്ല. അപ്പൊ ഉള്ള വെള്ളം ഒഴുകി തോട്ടിലേക്ക് അവിടേക്കൊക്കെ ഒഴുകി റോഡിൽ കൂടെ അങ്ങ് പോവല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ആട്ടെ കണ്ടുകൂട്ടിയത്. ചേട്ടന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? ഇതുപോലെ വീടിനകത്ത് വെള്ളം കയറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഇത് അങ്ങനെ വെള്ളം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതുകൊണ്ടൊക്കെ വെള്ളം കയറി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ തൊടുപുഴ ടൗൺ വെള്ളത്തിൽ മുങ്ങി അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തോടൊക്കെ ഇന്ന് കെട്ടിടങ്ങളായി, മനസ്സിലായോ? അല്ലേ? തൊടുപുഴയൊക്കെ ഒത്തിരി മാറിയില്ലേ. കണ്ടം പോലെ കിടന്നിടത്തൊക്കെ നമ്മുടെ സീമാസിന്റെ ഒക്കെ അവിടെ ഒക്കെ കണ്ടം പോലെയല്ലായിരുന്നോ, താഴ്ന്ന പ്രദേശം. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എവിടെയോ കണ്ടമായിരുന്നു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയോ കണ്ടായിരുന്നു, അതായത് പുളുമൂട്ടിലിന്റെ താഴെ ആണോ? കണ്ടം പോലെയുള്ള സ്ഥലം. ഇപ്പൊ നമ്മള് മുതലപ്പുറത്തുനിന്ന് മങ്ങട്ടയിലേക്ക് പോകുമല്ലോ, ആ മാഞ്ചോടൊക്കെ ഉണ്ടല്ലോ, അവിടെ പണ്ട് നിലമായിരുന്നു. ഇപ്പൊ ആ ഫർണിച്ചർ കടയില്ലേ പണ്ട്. അതാണ് പ്രശ്നം, വെള്ളത്തിന് സ്ഥലമില്ലാതെ ഇഷ്ടംപോലെ കെട്ടായ പോലെ കംപ്ലീറ്റ് കെട്ടായ. എന്റെ ചെറുപ്പത്തിലൊന്നും മഴയവധിയൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. മഴയത്തൊക്കെ കുടയും ചൂടി സ്കൂളിൽ പോയ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അവധി ഉണ്ട്, കിട്ടും, എന്നാലും അത് ചുരുക്കം വല്ല അവധി കിട്ടിയുള്ളൂ. അത് നല്ല കനത്ത മഴയുണ്ട്, പിള്ളേര് വെളിയിൽ ഇറങ്ങണ്ട നനയണ്ടെന്ന് ഓർത്ത് തരുന്ന അവധിയായിരിക്കും. അങ്ങനെ ഒരു അവധി കിട്ടിയത് ഒരു ദിവസം ഒരു അവധി കിട്ടിയതന്നെ ഓർക്കട്ടെ. ഞങ്ങള് സ്കൂളിലേക്ക് നടന്നു പോയപ്പോ വഴിക്ക് വെച്ചിട്ട് അന്നിങ്ങനെ പത്രമോ ഇതൊന്നും ഇല്ലല്ലോ, TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ നടന്നു പോയപ്പോ ഞങ്ങള് സ്കൂൾ എത്താറായപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ട് ഇന്ന് അവധിയാ പിള്ളേരെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ സ്കൂൾ എത്താറായി, പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അല്ല അന്ന് അവധി നേരത്തെ അറിയില്ലല്ലോ, അന്ന് രാവിലെ അറിയുമോ? അന്നൊക്കെ കളക്ടർമാര് രാവിലെ അവധി പ്രഖ്യാപിക്കുന്നത് 8-9 മണിയാവും അവധി പ്രഖ്യാപിക്കാൻ. നമ്മള് സ്കൂളിൽ എത്തും, അന്ന് അവധിയെ പൊക്കോളാൻ പറയും, തിരിച്ചു പോരും. നനഞ്ഞ മഴയത്ത് കൊടയും ചൂടി നനഞ്ഞു വരും. 2-3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്നു വന്നിട്ട് പിന്നെ പോണേ. ഞാൻ ഒരു മഴയത്ത് സ്പോർട്സ് ഡേ വെച്ചത്. ഞാൻ എന്നിട്ട് സ്കൂളിൽ സ്പോർട്സ് ഡേക്ക് പോയി. അന്ന് പോകേണ്ട കാര്യമൊന്നും ഇല്ല, എന്നിട്ട് പോയി. ഞാൻ കുട ക്ലാസ്സിൽ വെച്ചിട്ട് സ്പോർട്സ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് കുട എടുത്തു കഴിഞ്ഞപ്പോൾ കുടയുടെ മൂടി വേറെ, കുടയുടെ കാല് വേറെ എൻ്റെ കുട വേറെ ആരോ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ആരുടെ കുട മൂടി മാറിപ്പോയി, കാലും വേറെ പോയി, ഒരു കുട കൊണ്ട് വെച്ചിട്ട് പോയിന്നെ. എന്നിട്ട് ഞാൻ ആ മൂടി കാലയിലേക്ക് ഞെക്കി ഇങ്ങനെ വെച്ചിട്ട് തുറന്നു പിടിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുക. ഞാൻ കൂടാറുണ്ട്. എനിക്ക് ഓടാനും ചാടാനൊന്നും അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെ കൂടാനാ?
അങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഴയത്ത് എന്നിട്ട് വന്നപ്പോൾ റോട്ടിൽ കൂടെ പോകാൻ എനിക്കൊരു ചമ്മല്. എന്നിട്ട് ഞങ്ങളുടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു കണ്ടച്ചാടി പോകണം, എന്നിട്ട് തോടിൻ്റെ കരയക്കട പോകണം. എന്നിട്ട് ഞാൻ അതിൽ പോയപ്പോൾ ഉറങ്ങുമ്പോൾ പേടിയാകും ആ വെള്ളം കണ്ടിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പേര് കുളിച്ചോണ്ടിരിക്കുക, ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ നീ എന്നത്തിന് പോയിരുന്നു, സ്പോർട്സിന് പോകണ്ടായിരുന്നു ഇല്ല, പിന്നെ ഞാനിങ്ങനെ പോയി കാണാമല്ലോ അതിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ മഴയത്ത് പോയൊരു കാര്യമുണ്ട്. ചേട്ടൻ്റെ മഴയത്ത് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? മഴയാണോ മഴയാകുമ്പോൾ മഴയത്ത് തന്നെ എങ്ങനെ എന്നാലും മഴയത്ത് നനഞ്ഞു പോയതോ? പറമ്പിപ്പണിക്കുമല്ലോ പാട്ട് പാടല്ലേ പറഞ്ഞാലും നനച്ചു കെട്ടാനോ അങ്ങനെയുള്ള മഴ നനഞ്ഞു പോകുന്നതേ, അല്ലാതെ സ്കൂളിൽ പോകുന്നൊന്നും നനയൊന്നും. ഇത് അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ സ്കൂളിലേക്ക്. 700-800 മീറ്റർ. ചേട്ടനൊക്കെ പിന്നെ റിച്ച് അല്ലേ? ചേട്ടനൊക്കെ ജീപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നൊരു വണ്ടിയില്ലേ? എത്ര കൊല്ലം മുമ്പ്? അന്ന് വണ്ടി ഒന്നുമില്ല. വലുതായിട്ടാണ് ജീപ്പ് വാങ്ങിയത്. 85 ജീപ്പാ? ജീപ്പ് ആദ്യം പെട്രോൾ വണ്ടിയായിരുന്നു, രണ്ടാമതൊക്കെ ഡീസൽ. 85-ലൊക്കെ ഞാൻ ഉണ്ടായിട്ടേ ഉള്ളൂ. അന്നേരമൊക്കെ ഞാൻ വേറെ ദരിദ്രര്. പിന്നെ കാറ്, അന്നൊക്കെ കാറൊക്കെ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല, സത്യം പറയാലോ. ആദ്യം അടുത്ത ഒരു പെട്രോൾ വണ്ടിയാണ് അല്ലേ, അത് കഴിഞ്ഞാൽ ഡീസൽ. അന്ന് ചേട്ടൻ വണ്ടി ഓടിക്കുമായിരുന്നോ? ഇല്ല, ഓടിച്ചു നോക്കിയിട്ടുമില്ല. ആദ്യമായിട്ട് ഓടിച്ചത് ഏത് വണ്ടിയാ ചേട്ടൻ ഓർക്കണുണ്ടോ? ആദ്യമായിട്ട് ഓടിച്ചത് ബൈക്കാണ്. അല്ല, കാർ ഓടിച്ചത് ആദ്യമായിട്ട്? കാറോ ജീപ്പോ ആദ്യമായിട്ട് ഓടിച്ചത്? ജീപ്പ്. വീട്ടിലെ തന്നെ ഉരുട്ടി പഠിച്ചോ? അതോ ഡ്രൈവർ പഠിപ്പിച്ചോ? ഇല്ല, ഞാൻ വണ്ടി പോകുമ്പോ ഇങ്ങനെ നോക്കി പഠിക്കും. അതിന്റെ എല്ലാ പോരായ്മകളും അറിയാനുണ്ട്. അവിടെ നിന്ന് നല്ല മഴ പെയ്യുവാണ് കേട്ടോ. നീ ഞങ്ങൾ എന്റെ നേരമൊക്കെ നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കടാ. നല്ല മഴ പെയ്യുക, നല്ല മഴ. നിനക്ക് മഴ അനുഭവം വല്ലതും ഉണ്ടെങ്കിൽ പറ. നേരെ ഇരിക്കടാ, നേരെ ഇരിക്കടാ, നിവർന്നിരിക്കാന്. എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡിസിപ്ലിൻ ഉള്ള പിള്ളേർ എങ്ങനെയല്ലേ ഇരിക്കണേ? നീ പറ, സംസാരിക്ക. മഴയത്തോ? അവിടെ ആയിരുന്നപ്പോ അല്ലേ, പോർച്ചിന്റെ അവിടുന്ന്. അതാണോ നിനക്ക് മഴയോർമ്മ? മഴയത്ത് മറ്റു സൈക്കിളായിരുന്നു, നീല സൈക്കിളാ. അത് ഓടിച്ചു കളിച്ചതോ? ഉറക്കം പറ. മഴയത്താണോ ഉരുണ്ട് വീണേ? ഇവന്റെ അനുഭവം ഇവനെ ഓർമ്മയില്ലല്ലോ, ഞാൻ പറയാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവൻ വീട്ടിനകത്ത് ഇരിക്കൂല. അവൻ ഫുള്ള് മഴ നനയുമായിരുന്നു. ഒരു മെയ് മാസത്തിലെ മഴ അവൻ 1-ാം തീയതി മുതൽ നനഞ്ഞിട്ട് ലാസ്റ്റ് ഡേ വരെ നനഞ്ഞിട്ടാണ് അവൻ സ്കൂളിൽ പോയത്. പക്ഷെ അവന് പനി പിടിച്ചിട്ടില്ല. പക്ഷെ ഇവൻ ഇന്ന് എന്തുകൊണ്ട് ഇപ്പോൾ പനി പിടിച്ച് വിറച്ചിരിക്കുന്നു? ഇന്ന് ആ പെയിൻ കില്ലറിന്റെ പുറത്താണ് ഇപ്പൊ ആൻസ് ഈ നേരം വരെ ഇരിക്കണേ. ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ മാനസിന് വീണ്ടും പെയിൻ തുടങ്ങും. മനസ്സിലായോ? അതൊന്നും തരാൻ ഗുളികയില്ല, എൻ്റെ ഗുളിക തീർന്നു പോയി. ഇവന് പനി പിടിച്ചു സുഹൃത്തുക്കളെ, ഇവന് പനി പിടിച്ചു. മഴക്കാലത്ത് പനി പിടിച്ച കുട്ടിയാണിവൻ. നാളെ ഒരവധി കിട്ടട്ടെ എന്ന് ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കാൻ കാരണം ഇവനായിരുന്നു. SPC ഡേ ആയിട്ട് ആഘോഷിക്കുക. അപ്പൊ ഈ പനിയും പിടിച്ചിങ്ങനെ മൂക്കും അല്ല, ഇനാഗുറേഷൻ ആയിരിക്കും. നിങ്ങളുടെ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇവനെ സ്കൂളിൽ നിന്ന് ഇവന് ഒത്തിരി വർക്കുകൾ ഇവനുണ്ട്, ഒത്തിരി വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവൻ ചെയ്യാതെ ഇപ്പൊ ഇവനിങ്ങനെ ഇരിക്കുവാണ്. പനിയുടെ ഒരു എഴുതി വെച്ചോ? എപ്പോ എഴുതി? ഇപ്പൊ എന്റെ ഫോണിനകത്താണല്ലോ വന്ന്. ഇവനെങ്ങനെ നിനക്ക് കിട്ടിയ? ഞാൻ ഇട്ടായിരുന്നോ? പാടാറിയാവോ? ട്യൂണ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നന്നായി. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതന്നെ 2 പേര് കുനിഞ്ഞിരിക്കും.
അത് ശരി. ചേട്ടന് ഇവിടെയാണ് കാണുന്ന ആളുകളല്ല. ഉം. അല്ലെങ്കിൽ നോക്ക് ചേട്ടാ, വീഡിയോ ബാക്ക് എടുത്ത് കാണിച്ചു തരാം. നോക്കാം. പറ ചേട്ടാ, മഴയെ കുറിച്ച് 2 വാക്ക്, ഒരു കവിത ചൊല്ലി ചേട്ടാ. അയ്യാ പച്ച. ചെല്ലും. മലയാളം അറിയാവുന്ന കൂടുതൽ അറിയാവുന്ന ഒരാളിരിക്കണം. ചേട്ടൻ ചൊല്ലുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടം. ചേട്ടനാണ് ആരാധകർ ഇവിടെ കൂടുതലുള്ളത്. ചേട്ടനാണ് വിജയനാണ്, കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്, പിന്നെ KG ജോർജ് ആണെന്നൊക്കെ കമന്റൊക്കെ വന്നോണ്ട്. പുതുതായിട്ട് ഇപ്പൊ KG ജോർജിനും കൂടെ വന്നു. എന്റെ കൈ പൊള്ളിയിരിക്കണേ. കൈ പൊള്ളിയതാ. തിരുവാതിര കളിക്കാൻ പോയി. ഞങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകളിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ലേഡീസ് എല്ലാവരും കൂടി തിരുവാതിര കളിക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ ഒത്തിരി വർഷങ്ങൾ കൂടി തിരുവാതിര കളിക്കാൻ പോണേ. പണ്ടൊക്കെ സ്ഥിരം കളിച്ചോണ്ടിരുന്നു. സ്കൂളിലും ലാസ്റ്റ് BEdനൊക്കെ പഠിച്ച സമയത്തൊക്കെ തിരുവാതിര കളിച്ചിട്ടുണ്ട്. അതിനുശേഷം പക്ഷെ എനിക്ക് അറിയാം, തിരുവാതിരയൊക്കെ എനിക്കറിയാവുന്നതാ. ഒപ്പന അറിയാം. എൻ്റെ മാസ്റ്റർ പീസ് ഒപ്പനയായിരുന്നു. തിരുവാതിര സൈഡ്, പക്ഷെ ഒപ്പന, നാടോടി നൃത്തം, ഇതൊക്കെയായിരുന്നു എൻ്റെ മാസ്റ്റർ പീസ്. പിന്നെ അന്നത്തെ പോലെ ഒന്ന് ശരീരം വഴങ്ങൂല. വേണ്ട, എന്റെ ശരീരം പണ്ടത്തെ പോലെ വഴങ്ങൂല. എനിക്ക് നടുവേദന, പുറം വേദന, കാലുവേദന, കൈവേദന, പെടലി വേദന, കഴുത്തു വേദന, എല്ലാം ഇല്ലാത്ത വേദനയല്ല ഉള്ളതെന്ന് പറയാമോ? ഓ, ഇപ്പൊ ഇവിടെ ഇരുന്ന് വേദന എടുക്കും. അവന് ചുമയാ. തണുത്തതൊന്നും തിന്നേക്കരുത്. നീ പാടുറ. പിന്നെ ഇവിടെ മഴയും പെയ്ത് മനുഷ്യനൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാ ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്താലും പ്രശ്നമാണ്. എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് സത്യത്തിൽ. അവധി കിട്ടണം, പക്ഷെ ഇങ്ങനെ മഴ പെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വീട്ടിൽ ഇരിക്കണ എനിക്ക് ഇഷ്ടമാ. വീട്ടിൽ ഇരിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അത് അവർക്കും അറിയാലോ. ഇവന് വീട്ടിൽ ഇരിക്കണമെന്നും ഇഷ്ടമല്ല. അപ്പൊ പുറത്തു പോവാൻ ഏത് നിമിഷം അവൻ റെഡിയാണ്. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. മഴയൊക്കെ പെയ്യാതിരിക്കട്ടെ. ഓവറായിട്ട് വെള്ളം ആകാശത്തുനിന്നും താഴേക്ക് വീഴും. ഒന്നും ഓവറാവാതിരിക്കട്ടെ. ചളമായി കുളമാകാതിരിക്കട്ടെ. എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇത് കൊറേ നേരമായത് കോട്ട് പാടാൻ. ക്യാമറക്ക് മുമ്പ് ഇരുന്ന അപ്പൊ കോട്ട് പോയ, അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. പറ ചേട്ടാ, മഴയത്തുള്ള കാര്യങ്ങൾ പറ. അതല്ല, എല്ലാരോടും പറ. ജാഗ്രത പാലിക്കുക. അല്ല, നമുക്ക് പറയാൻ പാടില്ലേ? നമ്മളെ കേൾക്കുന്ന കുറച്ച് പേരുണ്ട്. കളക്ടറുടെ പേജിൽ നിന്ന് ഞാൻ 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമോ? കളക്ടർ പോലും കളക്ടറുടെ പേജ് ഇത്രയും വൃത്തിക്ക് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടു. എന്നാലും ചേട്ടന്റെ മനസ്സിൽ എനിക്കിപ്പൊ കിട്ടൂടി അവധി നോക്കി ഇരുന്നോ? ഞാൻ പറഞ്ഞപ്പോഴല്ലേ കിട്ടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ. എന്നാലും മനസ്സിൽ പറഞ്ഞാണ് 10 മണിക്ക് മുമ്പ് അവധി പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. അത് 8:30 ആയിട്ടും ഇത് കൂടി ഞാൻ നമ്മൾ അങ്ങോട്ട് പോണതിന് മുമ്പ് അവധി കിട്ടിയോ? വേസ്റ്റ് എടുക്കാൻ 8:30 അപ്പൊ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നീ പാട്ട് പഠിക്കാം. നീ പാട്. ഇല്ല, നീ പാട്. അന്ന് അടുത്ത ദിവസം ആവാൻ പാടിക്കുള്ളൂ. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.